ചന്ദനമോ പൂവോ തീർത്ഥമോ ഇതാവും സാധാരണ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക. ഈ പ്രസാദം വാങ്ങിയാൽ ക്ഷേത്രത്തിലേക്ക് കടക്കരുതോ എന്ന് ചോദിച്ചാൽ തെറ്റായ ഒരു അഭിപ്രായമാണത്. ക്ഷേത്ര ദർശന സംസ്കാരമുള്ളവർ ഈ നിയമങ്ങൾ പ്രത്യേകം പാലിക്കേണ്ടതുണ്ട്. ഹരി ഓം, നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. ക്ഷേത്രങ്ങളിൽ ചെന്നാൽ നമുക്കൊക്കെ സാധാരണ അറിയാത്ത ഒരു കാര്യമാണ് ക്ഷേത്രത്തിലെ ശുദ്ധാശുദ്ധങ്ങൾ. ക്ഷേത്രം എന്ന ഘടന ഉണ്ടാക്കിയത് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ക്രമം മനുഷ്യരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും അതിൽ നമുക്ക് സാധാരണയായിട്ടുള്ള ഒരു അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ് ക്ഷേത്രത്തിൽ നിർമാല്യ ശുദ്ധി എന്നുള്ളത്. നിർമാല്യ ശുദ്ധി വെച്ചാൽ ദേവന് പൂജിച്ച ഏതൊരു പദാർത്ഥത്തെയും നമ്മൾ നിർമാല്യം എന്നാണ് പറയുക. അത് പലരും പല തെറ്റിദ്ധാരണകൾ പരത്താറുണ്ട്, അറിവില്ലായ്മ കൊണ്ട് പലതും പറയാറുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു താന്ത്രികമായ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത് നിർമാല്യ ശുദ്ധി തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. എന്നുവെച്ചാൽ എന്താ നിർമാല്യ ശുദ്ധി വെച്ചാൽ ദേവന് പൂജിച്ചത് അല്ലേ. അകത്തുനിന്ന് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ മേശാന്തി ആവും നമുക്ക് പ്രസാദം തരിക, അല്ലെങ്കിൽ കീഴ്ശാന്തിമാരുണ്ടാവും. ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിലൊക്കെ ആകുമ്പോൾ അതിന് പ്രത്യേക തിരക്കുകളുകൊണ്ട് പ്രത്യേക സമയത്ത് അകത്തുനിന്നൊന്നും എടുത്തു തരാൻ സാധിക്കില്ല. അതിന് പ്രത്യേക സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും, അതാവും സൗകര്യം. എന്തായാലും ദേവന് നിവേദിച്ചത് എന്നാണ്, അല്ലെങ്കിൽ ദേവന് നൽകിയതിൻ്റെ ബാക്കി എന്നുള്ളതാണ് നിർമാല്യം എന്ന വാക്കിന് പ്രായണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഭഗവാന്റെ പാദങ്ങളിൽ അർച്ചിച്ചൊരു പുഷ്പാവാം, ഭഗവാന് നിവേദിച്ച പ്രസാദമോ പായസമോ ഫലമോ അതിൻ്റെ ഒരു ഭാഗമാവാം, ഭഗവാന് ചാർത്തിയ കളഭാവാം, അല്ലെങ്കിൽ പൂജിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം. ഇതൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തരുന്നതൊക്കെ നിർമാല്യമാണ്. പലരും ചോദിക്കാറുണ്ട്, നിർമാല്യം വാങ്ങിയിട്ട് ക്ഷേത്രത്തിലേക്ക് കയറരുതോ? തീർച്ചയായിട്ടും അത് അന്ധവും തെറ്റായിട്ടുള്ളതുമായ ഒരു ധാരണയാണ്. നിർമാല്യം വാങ്ങിയിട്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ യാതൊരു അശുദ്ധിയില്ല. അപ്പോൾ കയ്യിൽ പലരും ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ പ്രദക്ഷിണ സമയത്തായിരിക്കും ചിലപ്പോൾ പ്രസാദം തരുന്നുണ്ടാവുക. അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ സഹായികൾക്കൊന്നും സമയം പരിമിതമായി വരില്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ. അപ്പോൾ എപ്പോഴാണോ പ്രസാദം തരിക അത് വാങ്ങുക, അതിൽ തെറ്റില്ല. സാധാരണ ക്രമത്തിൽ നമ്മൾ ദേവനെ തൊഴുത് പ്രദക്ഷിണം ചെയ്ത ശേഷമാണ് പ്രസാദം വാങ്ങേണ്ടത്. തീർത്ഥായാലും പ്രസാദമാവും. ക്ഷേത്രത്തിൽ ഒരിക്കലും അത് നമ്മൾ സ്വീകരിക്കണതുകൊണ്ട് നമ്മളിൽ അശുദ്ധി വരണില്ല. ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതൊക്കെ പരിശുദ്ധമാണ്. പിന്നീട് നിർമാല്യ ശുദ്ധി വെച്ചത് ദേവന്റെ തീർത്ഥമോ പ്രസാദമോ സ്വീകരിച്ച ശേഷം പിന്നീട് നമ്മൾ പൂജിക്കാനുള്ള പദാർത്ഥങ്ങളൊന്നും സ്പർശിക്കരുത് എന്നതിൽ മാത്രമാണ് നിർമാല്യ ശുദ്ധി വെച്ചത്. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഇങ്ങനെ ഓൺലൈൻ മീഡിയകളിലൂടെയൊക്കെ ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ പലരും ഇങ്ങനെ തെറ്റിദ്ധാരണയിൽ വിധേയരായേക്കാം. പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു സാമ്പ്രദായിക ഘടനയാണ് പറയുന്നത്. പ്രസാദം വാങ്ങി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് എവിടെയും ഒരു നിയമമില്ല. നമ്മൾ ചന്ദനമോ പൂവോ തീർത്ഥമോ ഇതാവും സാധാരണ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക. ഈ പ്രസാദം വാങ്ങിയാൽ ക്ഷേത്രത്തിലേക്ക് കടക്കരുതോ എന്ന് ചോദിച്ചാൽ തെറ്റായ ഒരു അഭിപ്രായമാണത്. തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വാങ്ങിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാം. അതിൽ നമുക്കൊരിക്കലും പ്രസാദം വാങ്ങുന്നത് കൊണ്ട്, ദേവന്റെ പ്രസാദം വാങ്ങുന്നത് കൊണ്ട് നാം അശുദ്ധാവണില്ല. പക്ഷെ നിർമാല്യ ശുദ്ധി എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പൂക്കളോ അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങളോ ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ദേവന് സമർപ്പിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളുമായിട്ട് ദ്രവ്യങ്ങളോ വസ്തുക്കളോ കൊണ്ടാണ് ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ പോകണമെങ്കിൽ അവ കൊടുത്ത ശേഷം വേണം പ്രസാദം വാങ്ങാൻ. അതിന് മാത്രമേ നിർമാല്യ ശുദ്ധിയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ തെറ്റിദ്ധാരണകൾ ഒരിക്കലും പരത്തരുത്. പ്രസാദം വാങ്ങിയ ശേഷം ക്ഷേത്ര ദർശനം പാടില്ല എന്നില്ല. ഇനി മറ്റൊരു ദേവന് നിവേദിച്ച പായസമോ പ്രസാദമോ ബാഗിലുണ്ടെങ്കിൽ അത് അവിടെ പുറത്ത് ഏൽപ്പിച്ച ശേഷം വേണം ഒരു ദേവനെ ദർശിക്കാൻ. അതുകൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ദേവതകളുടെ പ്രസാദങ്ങളൊന്നും അശുദ്ധി എന്നുള്ള സങ്കല്പമല്ല. നിർമാല്യ ശുദ്ധി പ്രത്യേകിച്ച് തന്ത്രക്ഷേത്രങ്ങളിൽ, ക്ഷേത്രത്തിന്റെ ഘടന പലതും പലതാണല്ലോ. കേരളീയ സമ്പ്രദായങ്ങളിലും തമിഴ് സമ്പ്രദായങ്ങളിലും മിശ്ര ആചാരങ്ങളിലും ഒക്കെയുള്ള, അല്ലെങ്കിൽ ദേശദേവതകളും ഗ്രാമദേവതകളും ഇനി നമ്മുടെ കുടുംബക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങളും സങ്കല്പങ്ങളുമാണ്. നിയമങ്ങൾ പാലിക്കേണ്ടത് തന്നെ അല്ലെന്നല്ല പറഞ്ഞത്. തീർച്ചയായും നിർമാല്യ ശുദ്ധിയുടെ ഒരു ഘടന ഇങ്ങനെയാണ്. അത് ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്. നിർമാല്യ സ്വീകരണ ശേഷം പൂജാദ്രവ്യങ്ങളെ സ്പർശിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ നാം ഒരിക്കലും അശുദ്ധിയാവണില്ല. ഈ വിഷയം ഭക്തന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശന സംസ്കാരമുള്ളവർ ഈ നിയമങ്ങൾ പ്രത്യേകം പാലിക്കേണ്ടതുണ്ട് എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയമായി ഇനി അധ്യായത്തിൽ കാണാം. നമസ്കാരം.